ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ വന്ധീകരണത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അവരുടെ പ്രായം, പിന്നീട് അവരുടെ ഭക്ഷണം. ഇതിൽ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുഞ്ഞ് ജനിച്ച് 5 മാസം കഴിയാതെ ഒരിക്കലും അവരെ വന്ധീകരണം നടത്തരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ 7 മാസമാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ 7 മാസത്തിന് മുൻപ് 5 മാസം കഴിയുമ്പോൾ തന്നെ ചില പൂച്ചക്കുഞ്ഞുങ്ങൾ ഹീറ്റാകാനും പ്രസവിക്കാനും തുടങ്ങും. അപ്പോൾ 5 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇവരെ വന്ധീകരണം ചെയ്യാവുന്നതാണ്. ഇനി 5 മാസത്തിന് മുൻപ് വന്ധീകരണം ചെയ്യരുത് എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവയുടെ ആരോഗ്യത്തെ അത് ബാധിക്കും. അവരുടെ യൂട്രസ് റിമൂവ് ആണല്ലോ ഇതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ അവരുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും അവരുടെ വളർച്ച മുരടിപ്പ് ഉണ്ടാവുകയും അവർക്ക് അസുഖം വരാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ 5 മാസം കഴിയാതെ ഒരിക്കലും അവരെ വന്ധീകരണം നടത്തരുത്. പിന്നെ ഒരു അമ്മപ്പൂച്ചയാണെങ്കിൽ, പ്രസവിച്ച ഒരു അമ്മപ്പൂച്ചയാണെങ്കിൽ 1.5 മാസം കഴിയാതെ ഒരിക്കലും അവയെ വന്ധീകരണം ചെയ്യരുത്. പ്രസവിച്ച് 1.5 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവരെ വന്ധീകരിക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ എവിടെയാണോ കൊണ്ടുപോകുന്നത് ആ ഡോക്ടറുടെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും അവരുടെ ഭക്ഷണ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ കൊണ്ടുപോയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. ഇപ്പോൾ ഡോക്ടർ വൈകിട്ട് ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷനാണ് പറഞ്ഞത്. അതുകൊണ്ട് അന്ന് രാവിലെ മുതൽ ഞാൻ അവർക്കൊന്നും ഭക്ഷണമൊന്നും കൊടുത്തില്ല. രാവിലെ മുതൽ നമ്മൾ ചെയ്യുന്ന ആ ദിവസം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അപ്പോൾ കട്ടിയായ ആഹാരമൊന്നും കൊടുത്തില്ല. വിശപ്പ് മാറ്റാനായിട്ട് ഞാൻ അവർക്ക് ലിക്വിഡായിട്ട് പാല് മാത്രം കൊടുത്തു. അപ്പോൾ 4 മണിക്ക് ഞാൻ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചു. പിന്നെ ഡോക്ടറുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അന്ന് വൈകിട്ട് തന്നെ, രാത്രി തന്നെ ഡോക്ടർ അവരെ സർജറി ചെയ്തു. റിമൂവ് ചെയ്ത അവയവങ്ങൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു, ഫോട്ടോ അയച്ച് കാണിച്ചു തരികയും ചെയ്തു. അപ്പോൾ അന്ന് എനിക്ക് യൂട്യൂബ് ചാനലില്ലാത്തത് കൊണ്ട് ഞാനൊന്ന് വീഡിയോ എടുക്കുകയോ, എൻ്റെ കയ്യിൽ അത് ഒന്നും ക്ലിപ്പൊന്നും ഇല്ല. പിന്നെ അത് നമുക്ക് കാണുമ്പോൾ ഒരു വിഷമം കൊണ്ട് ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. അപ്പം അവിടെ ചെല്ലുമ്പോൾ പിന്നെ സെഡേഷനിലായിരിക്കും ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ ഇവർ ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം അതേ സമയത്ത് 4 മണിക്ക് തന്നെ നമുക്ക് ഇവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഈ സമയത്ത് ഇവർ സെഡേഷനിലായിരിക്കും. ഒരു ഇഞ്ചക്ഷൻ കൂടി ഡോക്ടർ നൽകുന്നതാണ്. ഈ ഇഞ്ചക്ഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പനിക്കുള്ള ഒരു സിറപ്പ് മാത്രം തരും. പിന്നീട് അവരുടെ നോട്ടം നമ്മളിലാണ്. വീട്ടിൽ കൊണ്ടുവന്നാൽ ഒരു 5 ദിവസമെങ്കിലും അവരെ പ്രത്യേകം ഒരു റൂമിൽ ഇട്ട് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അവരുടെ മുറിവിൽ അഴുക്ക് പറ്റാതെയോ വെള്ളം ആവാതെയും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അവരുടെ മുറിവ് ആ സ്റ്റിച്ചിൽ നമ്മൾ ക്ലീൻ ചെയ്ത് ഓയിൽമെൻറ്റ് പുരട്ടണം. അങ്ങനെ അത് ഉണങ്ങുന്നത് വരെ നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി 5 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ മുറിവൊക്കെ ഉണങ്ങാൻ തുടങ്ങും. 10 ദിവസം കഴിഞ്ഞാൽ നോർമലായി മുറിവെല്ലാം ഉണങ്ങും. ഇവർക്ക് പുറത്തു പോകാനും കളിക്കാനും എല്ലാം പറ്റും. പിന്നെ സെഡേഷനിൽ നിന്ന് ഇവർ ഉണർന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഏത് ഭക്ഷണമാണോ നമ്മൾ കൊടുക്കുന്നത് ആ ഭക്ഷണം ഇവർ കഴിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഭക്ഷണത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ല. ഏത് ഭക്ഷണം വേണമെങ്കിലും അവർ കഴിക്കുന്നതാണെങ്കിൽ കൊടുക്കാവുന്നതാണ്. വന്ധീകരണം നടത്താൻ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെയും സമീപിക്കാവുന്നതാണ്. പക്ഷേ അവിടുത്തെ സമയം നമുക്ക് അനുയോജ്യമായിരിക്കില്ല. കാരണം അവർ പറയുന്ന സമയത്തിനനുസരിച്ച് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ പൂച്ചക്കുട്ടി പ്രസവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ചെയ്തത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കുറച്ച് ചിലവുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്ക് ചിലവുകളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ ഒരു ദിവസം അവർ ഒബ്സർവേഷനിലിടും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി അന്ന് തന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതാണ്.
ഓപ്പറേഷൻ ചെയ്യുന്നതിലൂടെ ഇവരുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയാനും അവരെ നല്ല നിലയിൽ അവരെ വളർത്തിയെടുക്കാനും നമുക്ക് പറ്റുന്നു. അല്ലാതെ ഒരുപാട് പ്രസവിച്ച് ഒരുപാട് എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്, എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്ത് തന്നെ അവരുടെ എണ്ണം നിയന്ത്രിക്കാവുന്നതാണ്. ചെയ്യുന്നതിലൂടെ അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. പ്രായം മാത്രം നോക്കിയാൽ മതി. പിന്നെ നമ്മളുടെ കുറച്ച് ശ്രദ്ധയും മതി. ഒരു പ്രശ്നവും ഇതുകൊണ്ട് തന്നെ ഉണ്ടാകുന്നതല്ല. ഇപ്പോൾ ഞാൻ തന്നെ ഒരു 5 പൂച്ചക്കുഞ്ഞുങ്ങളെ ഞാൻ ഇതിനകം ഓപ്പറേഷൻ ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവരിൽ 2 പേര് ആമ്പലും പൊന്നവും ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ കൂടെയുണ്ട്. ബാക്കിയുള്ളവർ പട്ടി പിടിച്ചും അതുപോലെ അതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ പനി വന്നും പോയതാണ്. അല്ലാതെ ഇവർക്ക് അസുഖം വരാനോ അവരുടെ ജീവന് ആപത്തോ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല. നമ്മളുടെ ഓമനകളെ രക്ഷിക്കുന്നത് നമ്മളുടെ ഒരു കടമയായി കണക്കാക്കി നമ്മൾ അവരെ രക്ഷിക്കേണ്ടതാണ്. ഇതാണ് ഞാൻ അവരെ കൊണ്ടുപോയിരുന്ന ബാസ്ക്കറ്റ്. അപ്പോൾ പ്രത്യേകം കൂടൊക്കെ നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. എനിക്കപ്പോൾ അന്ന് ഡോക്ടർ ഒരു കൂട് തന്നു. അതിലാണ് ഞാൻ അവരെ കൊണ്ട് വെച്ചത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അവരെ കൊണ്ടുപോകാൻ ഉണ്ടായിരുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഡോക്ടർ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കൂട് തന്നു. അതിലാണ് ഞാനിവരെ കൊണ്ടുവച്ചത്. പൊന്നു ഓപ്പറേഷന് മുൻപുള്ള ഒരു വീഡിയോ ആണിത്. ആമ്പലും അപ്പോൾ ഇതാണ് എൻ്റെ പൊന്നു. ഇത് പുള്ളിപ്പെണ്ണാണ്. പുള്ളിപ്പെണ്ണ് പ്രസവം നിർത്തി വന്നതിനുള്ള ശേഷമുള്ള ഫോട്ടോ ആണ് ഇത്. എൻ്റെ സാമിക്കുട്ടി പോകുന്നതിന് മുൻപുള്ളൊരു ഫോട്ടോയാണ്. താങ്ക് യു ഫ്രണ്ട്സ്.